ജമാഅത്തിനെ RSSുമായി സമീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം ഒരു തിരഞ്ഞെടുപ്പ് പരാജയമല്ലെന്ന് CPM തിരിച്ചറിയണം. കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ നെടുകെ പിളർത്തുന്ന പ്രചാരണമാണ്. മുസ്ലിങ്ങൾ എത്രത്തോളം RSSനെ പേടിക്കണോ അത്ര തന്നെ ഹിന്ദുക്കൾ ജമാഅത്തിനെയും പേടിക്കണമെന്നാണ് ഫലത്തിൽ CPM പറയുന്നത്. RSS മുസ്ലിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ളതുപോലെ ജമാഅത്ത് ഹിന്ദുക്കളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ പ്രചാരണം എന്തുമാത്രം അപകടകരമാണെന്ന് ആലോചിക്കും. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ചെന്നെത്തുന്നത് ഇവിടെയാണ്. ഇരു വർഗീയതകളെയും ഒരുപോലെ എതിർക്കണമെന്ന് പറയുന്നത് ഇവിടെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. രാജ്യത്തെ വിഴുങ്ങാൻ വാ തുറന്ന് കാത്തു നിൽക്കുന്ന RSSന്റെ അതേ മട്ടിൽ മുസ്ലിങ്ങൾക്കിടയിലും ഒരു സംഘടനയുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിന്റെ കുഴപ്പം. കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ നാടായി മാറുകയാണെന്ന സംഘപരിവാർ നറേറ്റീവ് തന്നെയല്ലേ ഇത്? CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഈ നിലപാടുകളിലൂടെ സംഘപരിവാർ പാതി ശരിവയ്ക്കപ്പെടുകയാണ്. മുസ്ലിങ്ങളെ സംശയിക്കണമെന്ന അവരുടെ നറേറ്റീവ് സമൂഹത്തിൽ ഇതിനകം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയ്ക്ക് വളമായി മാറുകയാണ്. ഏതുതരം വർഗീയതയെയും ഒരുപോലെ എതിർക്കണമെന്ന വാദം ശക്തമായി ഉയർത്തിയത് 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണം CPMന് ഹിന്ദു വോട്ടുകൾ നേടിക്കൊടുത്തു. ഭൂരിപക്ഷ ധ്രുവീകരണത്തിലൂടെ LDF അധികാരത്തിലെത്തി. ഇന്ന് പക്ഷേ അതേ തന്ത്രം പ്രയോഗിക്കുമ്പോൾ അതിന്റെ ലാഭം കൊയ്യാൻ BJP ഉണ്ടെന്ന കാര്യം CPM ചിന്തിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?